ആധാരം രജിസ്റ്റർ ചെയ്തവർക്കായി സർക്കാർ നടപ്പാക്കുന്ന കോമ്പൗണ്ടിംഗ് പദ്ധതിയിൽ നിന്ന് ഫ്ളാറ്റ് ഉടമകളെ ഒഴിവാക്കുന്നത് വിവാദമാകുന്നു. 23 വർഷമായി തുടരുന്ന അണ്ടർ വാല്യുവേഷൻ നടപടി ഒഴിവാക്കാൻ ഒറ്റത്തവണ തീർപ്പാക്കാൻ പദ്ധതി നടപ്പാക്കിയെങ്കിലും ഫ്ളാറ്റ് ഉടമകൾക്ക് പണമടയ്ക്കാനുള്ള നോട്ടീസ് നൽകുന്നു. 1986 മുതൽ 2009 മാർച്ച് 31 വരെയുള്ള അണ്ടർ വാല്യുവേഷൻ കേസുകൾ ഒറ്റത്തവണ തീർപ്പാക്കാനാണ് സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചത്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നടന്ന വസ്തു ഇടപാടുകളിൽ നിശ്ചിത തുകയടച്ച് നിയമ നടപടിയിൽ നിന്ന് ഒഴിവാകുന്നതാണ് പദ്ധതി. ഭൂമിയുടെ വിസ്തീർണം അനുസരിച്ച് തുക ഈടാക്കാൻ ഭൂ ഉടമകൾക്ക് നോട്ടീസ് അയക്കുമ്പോൾ ഫ്ളാറ്റ് ഉടമകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേരളത്തിൽ വളരെയധികം ഭൂമി വാങ്ങിക്കൂട്ടിയ ആൾക്കാരുണ്ട്. റിയൽ എസ്റ്റേറ്റ് വൻകിട ലോബികളുണ്ട്. അതുപോലെ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതിൽ നോട്ടീസും ഇല്ല. ഈ ഇളവെല്ലാം അവർക്ക് ബാധകമാകുന്നില്ല. അവർ ഇത്തരത്തിലുള്ള കോമ്പൗണ്ടിങ്ങിൽ നിന്നും ശിക്ഷാ നടപടിയിൽ നിന്നും അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ 50 സെൻറ്റ് മുകളിൽ ഏക്കറുകളോളം 100 കണക്കിന് ഏക്കർ വാങ്ങിയ നമ്മൾ ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് വളരെയധികം ഇളവ് വരുന്നുണ്ട്. അത്തരം ആളുകളെ സംരക്ഷിക്കാൻ കൂടിയാണോ ഇത്തരത്തിൽ വരുന്നതെന്നുള്ളതും നോക്കിക്കാണേണ്ടതുണ്ട്. ജില്ലാ രജിസ്ട്രാർമാർക്ക് ഭൂമിവില നിശ്ചയിക്കാൻ അധികാരമില്ലെന്ന ചട്ടങ്ങൾ നിലനിൽക്കെ അണ്ടർ വാല്യുവേഷന്റെ നിയമസാധുത ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്തു എന്ന് കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങളില്ലാതെ കോമ്പൗണ്ടിംഗ് നടത്തുന്നത് നിയമവിധേയമല്ലെന്നും സംശയമുയരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.